കുത്തിമറിക്കിയ സംഭവമായിരുന്നു ആലപ്പുഴ കരുവാറ്റയിലെ ശിവൻകുട്ടി എന്ന വയോധികന്റെ കൊലപാതകം. 13കാരിയും സുഹൃത്തുക്കളുമാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വെറും 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി തന്നേക്കാൾ 4 വയസ്സ് കൂടുതലുള്ള സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചാണ് ഇത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്തത്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ പെൺകുട്ടി മുൻപും പദ്ധതിയിട്ടിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ താൻ കൊല്ലുമെന്ന് പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ലഹരി ഉപയോഗിച്ചതിനു ശേഷമാണ് കൗമാര സംഘം കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. വീഡിയോ കോളിലൂടെ കൊലപാതകം കാണണമെന്നും വയോധികനെ വിവസ്ത്രനാക്കണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. വീട്ടിലേക്കുള്ള വഴിയും വീടിനകത്ത് കയറാനുള്ള മാർഗവും കൊല ചെയ്യാനുള്ള രീതിയും കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള വഴിയും സുഹൃത്തുക്കൾക്ക് തയ്യാറാക്കി നൽകിയതും ഈ പെൺകുട്ടി തന്നെയാണ്. ശിവൻകുട്ടിയോട് പെൺകുട്ടിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ശിവൻകുട്ടിയിൽ നിന്ന് മോശം അനുഭവവും ബാഡ് ടച്ചും ഉണ്ടായെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പെൺകുട്ടി ഇക്കാര്യം മറ്റാരോടും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കുറ്റം മറയ്ക്കാൻ ബാഡ് ടച്ച് എന്ന പെൺകുട്ടി പറഞ്ഞതാണോ അതോ കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. കുട്ടികളിലെ കുറ്റകൃത്യവാസന വർദ്ധിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. കുട്ടികൾക്ക് കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വേണ്ടത്ര പരിഗണനയും ശ്രദ്ധയും ലഭിക്കാത്തതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ന്യൂസ് കേരള മലയാളത്തോട് പറഞ്ഞത്. സർ, കേരളത്തിൽ തന്നെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം. ഒരു 13 വയസ്സുകാരിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ സുഹൃത്തുക്കളുമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നുള്ള കാര്യമാണ് കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണെന്നാണ് സാറിന്റെ ഒരു സാറിന് തോന്നുന്നത് എന്താണ്? അല്ല, അതിനകത്ത് ഈ ഞെട്ടിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എല്ലാ കൊലപാതകങ്ങളും ക്രൂരമാണ്. ഒരു കൊലപാതകം എന്ന് പറയുന്നത് തന്നെ ക്രൂരമാണല്ലോ. ഒരാൾ കൊല്ലുക എന്ന് പറയുന്നത് ക്രൂരതയാണ്. അപ്പം ക്രൂരമായ കൊലപാതകങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം എന്നൊരു ആംഗിളിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എല്ലാ കൊലപാതകങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ അല്ലെങ്കിൽ എന്ന് തോന്നുന്നതാണ് കൊലപാതകം. അപ്പൊ അത് ആ ആംഗിളാണ് എനിക്ക് അതിനകത്തുള്ളത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താ പറയാ, കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഇഷ്യൂസ്, സ്ട്രെസ്, അല്ലെ അവരുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യാനോ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പുതിയ കാലത്തിലെ മനുഷ്യർക്ക് കഴിയുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇപ്പം ഞാൻ 42-ൽ എത്തി നിൽക്കുമ്പോൾ എന്റെ കാലത്തെ ഭാഷ അല്ലെ ഞാൻ എന്റെ മാതാപിതാക്കളോട് പറയുന്ന രീതി അല്ല ഇപ്പോ. അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് മാതാപിതാക്കൾ അല്ലെ സുഹൃത്തുക്കൾ അല്ലെ മുതിർന്നവർ കുട്ടികളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ കേരളത്തിൽ പോക്സോ കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പോക്സോ കേസുകൾ അതിനെ പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കുന്നു, അവരെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് പഠിപ്പിക്കുന്നു, അവരെ ഇതിന്റെ കോൺസിക്വൻസ് പഠിപ്പിക്കുന്നു. പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ മനുഷ്യർ സ്വന്തം വീടുകളിൽ അല്ലെ സ്വന്തം ഗുരു ഇടങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലൊക്കെ സെക്ഷൽ അബ്യൂസിന് വിധേയമായിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അന്ന് ഒഫൻസ് ആയിരുന്നില്ല. അറിയില്ല, ഇത് ഒഫൻസ് ആണെന്ന് അറിയില്ലല്ലോ. ഇത് കുറ്റകൃത്യമാണ് എനിക്ക് നേരെ സംഭവിക്കുന്നത് കുട്ടികൾക്ക് അറിയില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് ബോധവൽക്കരണം ഒരു സൈഡിൽ കൂടെ വളരെ ഗംഭീരമായി സ്കൂളുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ കുട്ടികളാകുന്ന ഇടങ്ങളിൽ നടത്തുകയും എന്നാൽ ഇതിന് വിധേയപ്പെടുന്ന കുട്ടികളോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് കുട്ടിക്ക് പറ്റിയത് എന്ന് ചോദിക്കാനുള്ള ശേഷി ഒരേ സൈഡിൽ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സൈഡിൽ ഒരാളെ ബോധവൽക്കരിക്കുമ്പോൾ ആ ബോധവൽക്കരണത്തിലുള്ള വരുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഒരു സംവിധാനം ഇപ്പുറത്തില്ല. അതാണ് ഏറ്റവും പ്രതിസന്ധി. അപ്പൊ സ്വാഭാവികമായും കുട്ടികളെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അവര് ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ അവര് ലഹരിയിലോട്ട് പോകും, അല്ലെങ്കിൽ അവര് ഇതുപോലെ ക്രൈമിലേക്ക് പോകും. അപ്പൊ അതാണ് അഡ്രസ് ചെയ്യുന്ന ഏറ്റവും വിഷയം. അതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഫാമിലി കേസുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ഏതാണ്ട് 5 സെന്ററുകളിൽ ഫാമിലി കോടതികളുണ്ട്. അവിടെ 1000-ലധികം കേസുകൾ ഇപ്പോൾ ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കുടുംബങ്ങൾ തകരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഫാമിലി വിഷയങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നം, അവരെ ബോധവൽക്കരിക്കുന്നു. അവർ നിസ്സാര വിഷയം ഉണ്ടാകുമ്പോൾ കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ ഇത് പ്രോപ്പറായി ഇരുന്ന് സംസാരിക്കാനോ മീഡിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് എന്താണ് നിന്റെ യഥാർത്ഥ പ്രശ്നം സ്ത്രീയോട് സംസാരിക്കാനോ പുരുഷനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒരു സിസ്റ്റം ഇല്ല. നിങ്ങൾ ബോധവൽക്കരണം നടത്തുമ്പോൾ സിസ്റ്റം കൂടെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് ഈ ക്രൈം അല്ലെങ്കിൽ കുട്ടികളുടെ ലഹരി ഉപയോഗം. കാരണം അവർക്കുണ്ടാകുന്ന ആ വിഷമത്തെ അല്ലെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ സിസ്റ്റവും കൂടെ ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇതിപ്പോ കൊലപാതകത്തിലേക്ക് വന്നു, ചിലത് അവരുടെ ആത്മഹത്യയിലേക്ക് പോകും, ചിലത് അവർ ഡിപ്രഷനിലേക്ക് പോകും, ചിലത് അവര് വലിയ രാസലഹരി ഉപയോഗിക്കുന്ന സംവിധാനത്തിലേക്ക് പോകും. അപ്പൊ ക്രൈം അവിടെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ ആ ക്രൈമിനെ അല്ലെ കൊന്നു എന്നുള്ളതിനെ അല്ല കാണേണ്ടത്. ആ കൊലപാതക സാഹചര്യം എത്രയോ നാളായിട്ട് ഒരു പക്ഷേ കുട്ടി അങ്ങനെയാണെങ്കിൽ, കുട്ടി പറയുന്നതാണ് വിശ്വസിക്കുന്നതെങ്കിൽ,
ഒരുപക്ഷെ കുട്ടി അനുഭവിച്ച ട്രോമയുണ്ട്, അതിനെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല നാളിതുവരെ. അതിന്റെ മാതാപിതാക്കൾ എവിടെയായിരുന്നു, അതിന്റെ സുഹൃത്തുക്കൾ എവിടെയായിരുന്നു, അതിന്റെ ബന്ധുക്കൾ എവിടെയായിരുന്നു, അതിന്റെ അധ്യാപകർ എവിടെയായിരുന്നു? അപ്പോൾ ആ ഒരാളെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്യുമ്പോൾ അല്ലെ അതിനുവേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻ എത്ര നാളത്തെ ആയിരിക്കും? ഈ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുമ്പോൾ അതിന് ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഭാവവ്യത്യാസങ്ങളെ പറ്റി അഡ്രസ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ ഇത്തരം ക്രൈമുകളിൽ പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെ ഒറ്റയടിക്ക് സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തുക, അല്ലെ അവരെ പാർശ്വവൽക്കരിക്കുന്നതിനപ്പുറത്തേക്ക് അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വക്കീൽ എന്ന നിലയിലും ഒരു സാമൂഹിക കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. സാറിപ്പം ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ സ്നേഹം ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ പാരന്റിങ് ആയിരിക്കുമോ കുട്ടീനെ ആ ഒരു രീതിയിലോട്ട് മാറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതാണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ അതിനാ പറഞ്ഞത്, കുട്ടികളോട് സംസാരിക്കാൻ പഠിക്കണമെന്നേ. കുട്ടികളായിരിക്കാൻ പഠിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി പോകും എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മുതിർന്ന ആൾക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇടപെടാനും മിങ്കിൾ ചെയ്യാനും ഇഷ്ടം കുട്ടികളോടാണ്. കുട്ടികളിൽ ഇരിക്കുമ്പോൾ, കാരണം നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം പുറത്ത് വരുമ്പോൾ മാത്രമേ അവർ നമ്മളോട് സംസാരിക്കുള്ളൂ. ഇതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവരോട് സംസാരിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കൂടെ പോയി 10 മിനിറ്റ് ഇരിക്കാനും അവരോട് ഇരുന്ന് കളിക്കാനും ഒരു സിനിമയ്ക്ക് പോകാനും അല്ലെങ്കിൽ എന്താ അതിന്റെ മുഖം വാടിയിരിക്കുന്നത് പറയാനും അല്ലെ അവന്റെ പ്രണയത്തെ പറ്റി അല്ലെ അവന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ പറ്റി അല്ലെ അവനുണ്ടായിട്ടുള്ള ഇതിനെ പറ്റി അവനോട് അതേ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ തന്നെ നോക്കൂ, അവരുടെ ഭാഷകൾ തന്നെ അവർ സംസാരിക്കുന്നത് ഓർബിറ്റ് എന്നും ഗോസ്റ്റ് എന്നൊക്കെ അവർ സംസാരിക്കും. അവരുടെ ഭാഷ എന്നാ നമുക്കറിയോ? അപ്പൊ അവര് ആ ഭാഷയിൽ സംസാരിച്ചില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പോകണ്ടേ, നമ്മളിപ്പോ പിന്നെ ജന്തർ മന്ദിറിലെ സമരത്തെ പറ്റി പറയുമ്പോൾ ചെറുപ്പക്കാരുടെ സമരമായിരുന്നു. ഞാൻ സമരത്തെ രാഷ്ട്രീയമല്ല പറയുന്നത്. പക്ഷെ അവര് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും പേരോടെ സംഘടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണ്. അല്ലാതെ അവരുടെ മുമ്പിൽ വന്നിരുന്ന ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, പിന്നെ അമേരിക്കൻ ഐക്യനാടുകളിലെ തീയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതിനെ പറ്റിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് കഴിയുമ്പോഴാണ് അവർ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ അവർ പറയില്ല. അവർക്കിടയിൽ പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഈ സാധനം പോകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഡാർക്ക് വെബിലേക്ക് അവർ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവർ ഈ പറയുന്ന ക്രൈമിലേക്ക് അവർ പോകുന്നത്. ഇപ്പൊ ഈ ക്രൈം മാത്രമല്ലല്ലോ, കേരളത്തിൽ എടുക്കുന്ന ഈ NDPS കേസുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അതിൽ ഒന്നെങ്കിൽ ഒരു സൈഡിൽ ഒന്നെങ്കിൽ വിക്ടിം അല്ലെ പ്രതി. ഇവിടെ കുട്ടികളുടെ സാന്നിധ്യമുണ്ട്. സാറ് പണ്ടത്തെ പാരന്റിങ്ങിന്, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മാതാപിതാക്കള് ആവശ്യത്തിലധികം ഫ്രീഡം കൊടുക്കുന്ന ഒരു കാലമല്ലേ? അതായത് എന്തിനായാലും കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ആ ഒരു രീതിയിലല്ലേ വളർത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാരന്റിങ്ങില് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട വിധം മനസ്സിലാക്കാത്തതുകൊണ്ടാണോ, അതോ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടാണോ ഇങ്ങനൊരു സാഹചര്യം വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇല്ല. ഫ്രീഡം ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രീഡം ഭരണഘടനാപരമായിട്ട് ഫ്രീഡം ആണ് 1947 നമുക്ക് കിട്ടി. മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ ഖലീൽ ജിബ്രാന്റെ വാക്കി പറഞ്ഞ നമ്മൾ ജനിക്കുന്നു മാത്രമേ ഉള്ളൂ കുട്ടി, നമ്മളുടെ കുട്ടിയൊന്നുമല്ല. അല്ലെ നമ്മളിലൂടെ വരുന്നു, നമ്മുടെ ചിന്തകൾ അയച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമോ അല്ലെ ഒരു ആയുധമൊന്നുമല്ല കുട്ടി. അപ്പൊ അത് കൺസെപ്റ്റിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികള് ഇപ്പൊ പണ്ടത്തെ കാലത്ത്, ഇപ്പം ഞാൻ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് ചുറ്റുമുള്ള കാഴ്ചപ്പാടുകള് ഡെവലപ്പ് ആവാത്തതിന്റെ കാരണം ഞാൻ ആൾക്കാരുമായിട്ട് സംസാരിച്ചും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തുമാണ് ഞാൻ കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുന്നത്. പക്ഷെ ഇന്നങ്ങനല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നതും ഒരുപക്ഷെ ഇന്നിപ്പോ ഇതേ സമയത്ത് അമേരിക്കയിൽ നടക്കുന്ന ഒരു വിഷയം നമ്മൾ അറിയുന്നതും ലോകം അത്രയും ഓപ്പൺ ആയി, അല്ലെ ലോകം അത്രയും വലിയ ഓപ്പൺ പ്ലാറ്റ്ഫോമായി. അവിടെ നമുക്ക് കുട്ടികളെ ശാസിച്ചും അടിച്ചും ഒതുക്കി പിടിച്ചും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് അല്ലെ അധികാരം അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുള്ള പേരന്റിങ്ങിന്റെ അത് പോയി, അത് കാലഹരണപ്പെട്ടു. ഇപ്പൊ അവരിൽ ഒരാളായി മാറിയിട്ട് അവരോട് പ്രണയത്തെ പറ്റി സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേരൻസ് ഉണ്ട്, പെൺകുട്ടികൾ 13 വയസ്സ് അല്ലെ 14 വയസ്സാകുമ്പോൾ പ്യൂബർട്ടിയെ പറ്റി അല്ലെ മെൻസസിനെ പറ്റി അല്ലെ അവരോട് സംസാരിക്കുന്ന എത്ര പേരന്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്? എനിക്ക് ഇപ്പോഴും അറിയില്ല. എത്ര അപ്പന്മാരുണ്ട് പെൺകുട്ടികൾക്ക് നാപ്കിൻ പാഡ് വാങ്ങിച്ചുകൊണ്ട് എത്ര പേരുണ്ട് ഇപ്പോഴും അയ്യോ എന്ന് പറയുന്ന പിന്നെ അല്ലെങ്കിൽ പപ്പായോട് അത് പറയണ്ട അല്ലെങ്കിൽ പപ്പായി എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇപ്പോഴും? ആ പേരന്റിങ് കാലഹരണപ്പെട്ടു. കാരണം ലോകം മാറുന്നതനുസരിച്ച് നമ്മളിപ്പോ ഇവിടുന്ന് ജോലിക്ക് സ്പെയിനിലോട്ടും ജർമ്മനിയിലോട്ടും അമേരിക്കയിലോട്ടും പോയി പിള്ളേർ ജീവിക്കുന്നു, അവരെ അങ്ങനെ നമ്മൾ വിടുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിന്റെ കാഴ്ചപ്പാടും കൾച്ചറും ഒന്നും ഇവിടോട്ട് കൊണ്ടുവരരുത്. ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരതൊന്നും കേൾക്കത്തില്ല. അപ്പൊ അവർക്കൊപ്പമായിരിക്കുക, അവരെ പോലെ ആയിരിക്കുക, അല്ലെ അവർക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളിടത്തേക്ക് മാറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാറിപ്പം കുട്ടി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ മൂവി ഒരു കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു മൂവി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തെന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്കിടയിൽ ഈ ചിത്രങ്ങൾ, അതായത് ചലച്ചിത്രങ്ങൾ വഹിക്കുന്ന ഒരു പങ്ക്, അതും ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ കുട്ടികളെ അത്
സ്വാധീനിക്കുന്നുണ്ടോ? അതിൽ സാറിന് എന്താ പറയാനുള്ളത്? സ്വാധീനിക്കാം, കുട്ടികളെ വിഷ്വൽസ് സ്വാധീനിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ പിന്നെ ക്രൈം മൂവീസ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന ക്രൈം മൂവീസ് ഇന്ന് തുടങ്ങിയതാണ്. ഇപ്പം മനുഷ്യമുള്ള കാലം മുതലേ ലോകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും വലിയ ക്രൈം മൂവീസ് ഇപ്പോഴും 70-ലെ 85-ലെ മൂവീസാണ്. അപ്പൊ അങ്ങനെ ക്രൈം മൂവി കണ്ട് ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നില്ല. ക്രൈം മൂവി കണ്ടു കഴിയുമ്പോൾ അവന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ, ഒരാളോട് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷന് കാരണമാകും എന്നുള്ളത് ശരിയായിരിക്കാം. അത് ക്രൈം മൂവി ഉണ്ട്, ലഹരിയുണ്ട്, കൂട്ടുകാരുടെ ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ആ അടിസ്ഥാനപരമായ കോസിനെ അഡ്രസ്സ് ചെയ്യാതെ ക്രൈം ചെയ്തു ചുമ്മാ ഇറങ്ങി വന്ന ഒരാളെയും കൊല്ലൂ ഇല്ല. ക്രൈം ചെയ്ത് മൂവി കണ്ടു കഴിയുമ്പോൾ ഈ മൂവിയെ പോലെ ഇന്നയാളെ കൊല്ലാം, കാരണം അയാൾ എന്നോടൊരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന വിഷയത്തിലോടല്ല ഒരു ഒരു എക്സിക്യൂഷൻ പോകുന്നത്. പ്രിപ്പറേഷനും എക്സിക്യൂഷനും നടക്കണം. അപ്പോ ആ പ്രിപ്പറേഷന് കാരണമായ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ക്രൈം കണ്ടു പുറത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ പിന്നെ സൈക്കോ ആയിരിക്കണം. ചുമ്മാ നടന്നു പോകുന്ന ഒരാളെ ക്രൈം കണ്ടിട്ട് തലയ്ക്കുള്ള സൈക്കോ ആണ്. അവരെ പിന്നെ സമൂഹത്തിൽ അത്തരം സൈക്കോസിനെ നമ്മൾ മാറ്റി നിർത്തണം. പക്ഷെ ഞാൻ പറഞ്ഞത് അവന്റെ ഉള്ളിൽ ഒരു 5 അല്ലെങ്കിൽ 3-4 വർഷമായി കിടക്കുന്ന വേദനകളിൽ നിന്നാണ്. ആ വേദനകളെ ഒരു പ്ലാറ്റ്ഫോമിൽ അഡ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായും മൂവീസ്, അല്ലെ അനുഭവിക്കുന്ന ലഹരി, അല്ലെ കൂട്ടുകാർ, അത് സ്വാഭാവികമായും ഇൻസ്പിറേഷൻ ആവും. അത് എല്ലാ ക്രൈമിന്റെ കാര്യങ്ങൾ നമ്മുടെ അതിന്റെ കൊലപാതകങ്ങളുടെ കേസ് സ്റ്റഡി പരിശോധിക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്ന പ്രോസിക്യൂഷൻ പറയുന്ന കാര്യം മോട്ടീവ് എന്നാണ്. മോട്ടീവ് എന്താണ്? മോട്ടീവ് കാരണം. ആ കാരണമുണ്ട്. ആ കാരണത്തെ അഡ്രസ് ചെയ്യാതെ പിന്നെ ക്രൈം കണ്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ പിന്നെ സിനിമ കണ്ടിട്ട് നമ്മൾ അതിലേക്ക് ഇൻസ്പയർ ചെയ്യാനാണെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുന്നില്ലേ? ഇപ്പൊ നമ്മൾ എത്രയോ ഫീൽ ഗുഡ് മൂവി കണ്ട് പ്രണയിക്കുന്ന മനുഷ്യരുണ്ട്, എത്രയോ ഫീൽ ഗുഡ് മൂവി കണ്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെ എത്രയോ ഫീൽ ഗുഡ് മൂവി കണ്ടിട്ട് യാത്രകൾ പോകുന്ന മനുഷ്യരുണ്ട്. അതും ഇല്ലേ? അപ്പം സിനിമ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന വസ്തുതയാണ്. അത് ക്രൈം മാത്രം സ്വാധീനിക്കപ്പെടുമ്പോൾ തെറ്റാണ്, സിനിമ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സാർ ഇപ്പം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു കൗൺസിലിംഗ് ഈ പാരന്റ്സിനും അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും പേരന്റിങ്ങിന്റെ രീതി തന്നെ മാറണം. അത് ഭയങ്കരമായിട്ട് മാറണം. അവരെ എന്താ പറയാ, ഉടഞ്ഞുപോയ സങ്കല്പങ്ങളിൽ കെട്ടിയിടാതെ എന്താ പറയാ, അവരെ കുറച്ചുകൂടെ അവരുടെ കൂടെ ഇരിക്കാൻ, അതായത് ഒരു കുഞ്ഞിനെ അടുത്തിരുത്തി അവന്റെ കൂടെ കളിക്കാനും, അവന്റെ കൂടെ വൈകിട്ട് യാത്ര ചെയ്യാനും, അവന്റെ കൂടെ പോയി ഒരു കോഫി കുടിക്കാനും, അല്ല അവന്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോകാനും, അവന്റെ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പേരൻസ് പഠിക്കണം. അപ്പൊ അവന്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റും, അച്ഛ അമ്മ ഇന്നലെ സംഭവിച്ചു, എന്താ ചെയ്യണ്ടേ, അല്ല എനിക്കിപ്പോ ഒരു പ്രണയം സംഭവിച്ചിരിക്കുന്നു, അവളോട് എനിക്ക് മിണ്ടണം, അല്ല എനിക്ക് അവളെ ഒന്ന് കാണണം, എന്താ ഞാൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മോളെ, പെൺകുട്ടികളെ സംബന്ധിച്ചറിയാലോ, ഒരു ആദ്യത്തെ കാലം കഴിയുമ്പോൾ അവരൊരു പ്യുവർട്ടി ഏജിലൊക്കെ കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ ഒതുങ്ങും, അവരുടെ ചിന്തകൾ മാറും, അവരുടെ രീതികളും നോട്ടങ്ങളും ഒക്കെ ടോട്ടലി ചേഞ്ച് ആവും. ആൺകുട്ടികൾ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരും, പെൺകുട്ടികൾക്ക് അത് വരത്തില്ല. അപ്പൊ അവളെ ചേർത്ത് പിടിച്ച് സംസാരിക്കാനുള്ള ശേഷി കാണിക്കണം. അല്ലാതെ പിന്നെ പൈസ ഉണ്ടാക്കുക, അല്ലെ പബ്ലിസിറ്റി ഉണ്ടാക്കുക, മറ്റേതുണ്ടാക്കുക എന്നും പറഞ്ഞ് 24 മണിക്കൂറും അങ്ങനെ ചിന്തിച്ച് മാതാപിതാക്കൾ അവരുടെ സൗഹൃദങ്ങളിൽ മാത്രം ഇഴുകി അവരുടെ സൗഹൃദങ്ങളുടെ യാത്രകൾ മാത്രം ചെയ്തു പോകുമ്പോൾ കുട്ടികൾ ഒറ്റപ്പെടുമ്പോൾ ആ സ്പേസിലോട്ട് പല ആൾക്കാർ കടന്നു വരും. ആ ആൾക്കാരുടെ ഇൻസ്പിറേഷൻ കൊണ്ട് കൊലപാതകങ്ങൾ സംഭവിക്കും, ലഹരി ഉപയോഗം സംഭവിക്കും, പോക്സോ ഒഫൻസ് സംഭവിക്കും, ഒക്കെ സംഭവിക്കും.